മാനവരിൽ നിറയട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ശ്രോതാക്കളെ, സെൻറ് തോമസ് ധ്യാനകേന്ദ്രം പരിശുദ്ധ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ധ്യാനകേന്ദ്രമാണ്. പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പതൻ ബാവയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ദൈവം ദാനമായി നൽകിയ ഒരു ധ്യാനകേന്ദ്രമാണ് സെൻറ് തോമസ് ധ്യാനകേന്ദ്രം. ഈ ധ്യാനകേന്ദ്രത്തിലൂടെ അനേക ദൈവീക ശുശ്രൂഷകൾ നടന്നു വരുന്നു. ഈ ധ്യാനകേന്ദ്രത്തിലൂടെ നടക്കുന്ന സാമൂഹിക മാധ്യമത്തിലുള്ളതായ ഒരു ശുശ്രൂഷയാണ് തിരുവചനാഗ്നി എന്ന ഓൺലൈൻ പ്രോഗ്രാം. ഇന്ന് ഈ പ്രോഗ്രാം ക്രമീകരിക്കപ്പെടുവാൻ ദൈവം എന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 19:14 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. പ്രശസ്തനായ ടോൾസ്റ്റോയി വളരെ ആഴമാറിയ ആകുല ചിന്തയിലൂടെ കടന്നു പോകാൻ ഇടയായിത്തീർന്നു. ഒന്നും തനിക്ക് യുക്തിയായി തോന്നിയില്ല, ഒന്നും വിലയുള്ളതായും കണ്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം തൻ്റെ ജീവൻ ഒടുക്കിക്കളയുമെന്ന് കരുതി ഒരു കയറുമായി അദ്ദേഹം കാത്തിരുന്നു. ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ താൻ ധ്യാനം പരീക്ഷിച്ചു. തന്നിലേക്ക് പ്രത്യാശ ഒഴുകി വന്ന് തൻ്റെ ഹൃദയം ശാന്തവും ക്രമവുമാകുന്നവരെ നിത്യദൈവം നിൻ്റെ സങ്കേതമാകുന്നു എന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മളും ഈ ലോക സംബന്ധിയായി അനേക പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും മുന്നോട്ട് പോകുന്ന ഈ കാലയളവിൽ നിത്യദൈവത്തെ നമ്മുടെ സങ്കേതമായി കരുതി അവനെ ധ്യാനിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. അല്പസമയം ധ്യാനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. പുതുക്കിയതും ഏകാഗ്രവുമായതുമായ ആലോചനയ്ക്കാണ് ധ്യാനമെന്ന് പറയുന്നത്. ധ്യാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അയവിറക്കുക എന്നതാണ് ധ്യാനമെന്ന പദത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം. ആകുല ചിന്ത എന്നുള്ളത് ധ്യാനത്തിൻ്റെ നിഷേധാത്മക സ്വഭാവമാണ്. ചിന്തിക്കുകയും ഓർത്തിരിക്കുകയും എന്നത് ധ്യാനത്തിൻ്റെ ലളിത രൂപമാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, വിശുദ്ധ മത്തായി ശ്ലീഹായിൽ എഴുതപ്പെട്ട 6-ാം അധ്യായം 31-ാം വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ മാനുഷിക ചിന്തയിൽ എന്ത് കുടിക്കും, എന്ത് തിന്നും, എൻ്റെ അവസ്ഥ നാളെ എന്താകുമെന്നുള്ളതായ ആകുല ചിന്തയിലുമാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം പലപ്പോഴും പരാജയത്തിലായിത്തീരും. ഇവിടെയാണ് ശരിയായ ധ്യാനത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ശരിയായ ഒരു ധ്യാനത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിലുള്ളതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതമാവുന്ന പടകിനെ യഥാർത്ഥമായി എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ ലക്ഷ്യം നിത്യപിതാവിൻ്റെ വാസസ്ഥലമായിരിക്കണം. സുറിയാനി സഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തമുഖാന്തരം വിളിച്ച് വേർതിരിക്കപ്പെട്ട് ശുദ്ധമുള്ള പൗരോഹിത്യത്തിൻ്റെ സംരക്ഷണത്താൽ കർത്താവായ യേശു ക്രിസ്തു എന്ന വഴിയിലൂടെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ വേദപുസ്തക സത്യങ്ങളുടെ അനുഭവങ്ങളിലൂടെ പരിശുദ്ധ പിതാക്കന്മാരുടെ ദൈവിക ധ്യാനങ്ങളിലൂടെ അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ പരിശുദ്ധ സഭയുടെ ചരിത്രത്തിൻ്റെ
ഉൾക്കാമ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ വാസസ്ഥലം ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ആ കാലത്തിന് ജീവിതം എന്ന് പറയുന്നുവെങ്കിൽ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരം വീണ്ടും ജനിക്കുന്ന അനുഭവം മുതൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്ന് സഭയെ ചേർത്ത് മണവറയിലേക്ക് പ്രവേശിക്കുന്ന കാലം വരെയുള്ളതായ ഒരു പ്രക്രിയയാണ്. ശരീരപ്രകാരം നാം ഈ ലോകത്തുനിന്നും വേർപെട്ടാലും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട് മരണമില്ലാത്ത ആത്മാവിൻ്റെ ഉടമയായി കർത്താവായ യേശു ക്രിസ്തുവിനെ മടങ്ങി വരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അനുഭവമാണ്. ശരീരപ്രകാരം നാം ഈ ലോകത്ത് വേർപെട്ടാലും നമ്മുടെ ആത്മാവിനെ ശരീരത്തിൻ്റെ വേർപാടിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുവാനും ആ കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ എടുക്കപ്പെടുവാനും നമുക്കിടയാകണം. നാം ശരീരപ്രകാരം മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിലായിരിക്കുന്ന അനുഭവമാണ് ശരിയായ ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമതായിട്ട് ദൈവത്തെപ്പറ്റിയാണ് നാം ധ്യാനിക്കേണ്ടത്. സങ്കീർത്തനങ്ങൾ 63:5 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിന്നെ ഓർക്കുകയും രാത്രികാലം ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും സൃഷ്ടാവായ ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാനും അവൻ്റെ വാസസ്ഥലമായി നിത്യസ്വർഗത്തെപ്പറ്റി നമ്മുടെ ലക്ഷ്യമായിരിക്കാൻ, ആ വാസസ്ഥലം ലക്ഷ്യമായിരിക്കാൻ ഇടയായിത്തീർന്നാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നൗക എത്തേണ്ട ഇടമായ ആ സ്വർഗീയ തുറമുഖത്തെത്തിക്കുവാൻ നമുക്ക് സാധിക്കും. രാത്രി നാം കിടന്നുറങ്ങുന്ന ആ സമയത്ത്, ഉറക്കത്തിനായി കാത്തു കിടക്കുന്ന സമയത്തും നമുക്ക് ദൈവത്തെ പറ്റി ചിന്തിക്കുവാൻ, സൃഷ്ടാവായ ദൈവത്തെ പറ്റി ചിന്തിക്കുവാൻ, നമ്മെ കരുതുന്ന ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാൻ, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാൻ, നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ ബലിയായി അർപ്പിക്കുവാൻ വിശുദ്ധ യോഹന്നാൻ 3:16 അത്രത്തോളം നമ്മൾ സ്നേഹിച്ച ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. രണ്ടാമതായിട്ട് നാം ധ്യാനിക്കേണ്ട നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവവചനമാണ്. സങ്കീർത്തനങ്ങൾ 119:15 വാക്യത്തിൽ എപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ പ്രമാണങ്ങളെ ഞാൻ ധ്യാനിക്കും, നിൻ്റെ വഴിയെ ഞാൻ ഓർക്കും. ഞാൻ മുന്നമേ ഓർമ്മിപ്പിച്ചു, നിത്യപിതാവിൻ്റെ വാസത്തിലേക്കുള്ളതായ ഏക വഴി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അവർ അരുളി ചെയ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവവചനമാവുന്ന ക്രിസ്തുവിനെ ധ്യാനിക്കുവാൻ നമുക്കിടയായിത്തീരണം. വചനം മാംസമെടുത്ത നമ്മുടെ ഏകരക്ഷകനാണല്ലോ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ ദിവ്യവചനങ്ങളെ ധ്യാനിക്കുവാൻ, വചനമാവുന്ന ദൈവത്തെ ധ്യാനിക്കുവാൻ നമുക്കിടയായിത്തീരണം. ഒരു പശു അല്ലെങ്കിൽ ഒരു മൃഗം അതിൻ്റെ ആഹാര സാധനങ്ങളെ മെച്ചിപ്പുറത്തു നിന്നും ശേഖരിച്ച് അത് ഒഴിവു സമയങ്ങളിൽ അത് അയവിറക്കുന്ന പോലെ ദൈവവചനത്തെ അയവിറക്കുവാൻ, ധ്യാനിക്കുവാൻ നമുക്കിടയായിത്തീരണം. സന്തോഷമുള്ള സമയത്തും സന്താപകാലത്തും നമുക്ക് ദൈവവചനം നമുക്ക് കൂട്ടായിത്തീരും. പരിശുദ്ധ സുറിയാനി സഭയുടെ വിശുദ്ധ തൈലാഭിഷേക ശുശ്രൂഷയിൽ വായിക്കുന്ന വേദഭാഗം വിശുദ്ധ യാക്കോബ് ശ്ലീഹായി എഴുതപ്പെട്ട 5-ാം ലേഖനമാണല്ലോ. അവിടെ ഇങ്ങനെ ധ്യാനിക്കുന്നു, ഒരുവൻ ക്ലേശത്തിൽ അകപ്പെട്ടുവെങ്കിൽ അവൻ സഭയിലെ കശീശന്മാരെ വരുത്തട്ടെ. ആ കശീശ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യുമ്പോൾ ആത്മശരീര മനസ്സുകളുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെട്ട് സ്വതന്ത്രനാകുന്നു. അവിടെ പ്രകാരം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരുവൻ ക്ലേശത്തിൽ അകപ്പെട്ടുവെങ്കിൽ സങ്കീർത്തനം പാടട്ടെ എന്ന്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ലോകത്തിലെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുമ്പോഴും നമുക്ക് സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകണം. ദൈവവചനത്തെ നമുക്ക് ധ്യാനിക്കുവാൻ ഇടയാകണം. വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവിക വചനങ്ങളുടെ അനുഭവങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഏത് പ്രയാസത്തെയും അതിജീവിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ യാത്രയിൽ, നാം ഭക്ഷണം കഴിക്കുമ്പോൾ, നാം കിടന്നുറങ്ങുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നമ്മുടെ ജോലികളുടെ തിരക്കിലായിരിക്കുമ്പോഴൊക്കെയും ദൈവവചനത്തെ ധ്യാനിക്കുവാൻ നമുക്ക് സാധിച്ചാൽ
പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിലെ നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിച്ച് സുരക്ഷിതമായ അനുഭവങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായിത്തീരും. ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവപ്രവർത്തികളെ ധ്യാനിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 77:12 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ നിൻ്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് ധ്യാനിക്കും. നമുക്ക് ഹല്ലേലൂയ സ്തുതികളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും ധ്യാനിക്കണം. വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യം തന്നെ കാണാൻ സാധിക്കും. അവിടുന്ന് ആദിയിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. സകല ചരാചരങ്ങളും ജീവജാലങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലാത്തതായി ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന അവൻ്റെ മഹത്വ സൃഷ്ടികളല്ലാത്തതായി ഒന്നും ഈ ലോകത്തിൽ നാം കാണുന്നില്ല. സത്യവിശ്വാസ പ്രമാണത്തിൻ്റെ തുടക്കത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സർവശക്തിയുടെ പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം കണ്ടതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്നുള്ളത് നമ്മുടെ ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് വിശുദ്ധ വേദപുസ്തകം മുഴുവനായി വർണ്ണിക്കുന്നത്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ മുഴുവനായി ദൈവിക പ്രവൃത്തികളെ വർണ്ണിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് തൻ്റെ അടുത്ത് വന്ന അനേക രോഗികളെ സുഖപ്പെടുത്തി. അവൻ കുഷ്ഠരോഗികളെ, മുടന്തന്മാരെ, ചെകിടന്മാരെ, കാഴ്ചശക്തിയില്ലാത്തവരെ ഒക്കെയും അവൻ സൗഖ്യമാക്കി. എല്ലാം തൻ്റെ അത്ഭുത പ്രവൃത്തികളിലൂടെയാണ് ദൈവം അവരെ സൗഖ്യമാക്കുന്നത്. വീണ്ടും ക്രിസ്തുവിൻ്റെ ജനനം മുതൽ അവൻ്റെ ജനനത്തെപ്പറ്റിയുള്ള അറിയിപ്പ് മുതൽ അവൻ്റെ ജനനം മുതൽ അവൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ അത്ഭുത പ്രവൃത്തികളിലൂടെ, അവൻ്റെ ക്രൂശ് മരണത്തിലൂടെ, അവൻ്റെ മരിച്ച് അടക്കപ്പെടുന്നതിലൂടെ, അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ, തുടർന്ന് താൻ പ്രത്യക്ഷപ്പെടുന്നതിലൂടെ ഒക്കെയും ദൈവത്തിൻ്റെ മഹത്വങ്ങളെ, അവൻ്റെ പ്രവൃത്തികളെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അത്ഭുത പ്രവൃത്തികളെ, അവൻ്റെ ദൈവപ്രവൃത്തിയുടെ മഹത്വങ്ങളെ തിരിച്ചറിയുവാനും ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുവാൻ, നമ്മളെ പ്രവർത്തന സജ്ജരാക്കുവാൻ, നമ്മുടെ പ്രവൃത്തികളും ദൈവ പ്രവൃത്തിക്ക് സദൃശ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ധ്യാനത്തിൻ്റെ ലക്ഷ്യങ്ങളായി ദൈവത്തെ ധ്യാനിക്കുവാൻ, ദൈവവചനത്തെ ധ്യാനിക്കുവാൻ, ദൈവപ്രവൃത്തിയെ ധ്യാനിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. വീണ്ടും നമുക്ക് ധ്യാനത്തിന് ദൈവം സമയങ്ങളും നിശ്ചയിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 63 വാക്യത്തിലൂടെ വൈകുന്നേരത്തെ ഇസ്ഹാക്ക് ധ്യാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ മുന്നമേ ഓർപ്പിച്ചു, നാം കിടക്കുന്ന സമയങ്ങളിൽ നമ്മൾ കൂടുതലായി ശക്തിപ്പെട്ട് നമ്മുടെ ദൈവത്തെ ധ്യാനിക്കുവാൻ ഇടയായിത്തീരണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ കിടന്നുറങ്ങുന്നവർ പലരും പ്രിയമുള്ളവർ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ, ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ശാന്തമായി കിടന്നുറങ്ങുവാൻ സാധിച്ചാൽ ആ ഉറക്കത്തിൽ നമ്മുടെ ആത്മാവിനെ വിളിച്ച് വേർതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മാക്കളെ സുരക്ഷിത സ്ഥാനത്ത് സുരക്ഷിതമായി കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യവൽക്കരിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇസ്ഹാക്ക് ധ്യാനിച്ചതുപോലെ നമുക്ക് നമ്മുടെ ദൈവത്തെ, ദൈവവചനത്തെ, ദൈവിക പ്രവൃത്തികളെ ധ്യാനിക്കുവാൻ ഇടയായിത്തീരട്ടെ. വീണ്ടും സങ്കീർത്തനങ്ങൾ 119:48 തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. സുറിയാനി സഭയിൽ പ്രാർത്ഥനയ്ക്കായും ധ്യാനത്തിനായും പ്രത്യേക സന്ദർഭങ്ങൾ കൂടുതലായി ക്രമീകരിച്ചിട്ടുണ്ട്. 7 യാമപ്രാർത്ഥനകളാണ് പരിശുദ്ധ സുറിയാനി സഭ ആ സഭയുടെ അജഗണങ്ങൾക്കായി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികർ 7 യാമങ്ങളിൽ, പ്രത്യേകിച്ച് പുണ്യപ്പെട്ട പിതാക്കന്മാരൊക്കെയും അവർ 7 യാമങ്ങളിൽ വാതിരിക്കപ്പെട്ട് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏടുകളെ ധ്യാനിച്ച് ദൈവപ്രവൃത്തികളെ വർണ്ണിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ഈ കാലയളവിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തിരക്കുകളും വർദ്ധിച്ചു വന്നിരിക്കുമ്പോൾ ഈ പരിശുദ്ധ പിതാക്കന്മാർ സഭയിൽ ഈ 7 യാമ പ്രാർത്ഥനകളെ 2 നേരമായിട്ടെങ്കിലും പ്രാർത്ഥിക്കാൻ ക്രമപ്പെടുത്തിയിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. നമ്മുടെ തിരക്കുകൾ വർദ്ധിക്കുമ്പോഴും
കഴിയുമ്പോഴും പ്രിയമുള്ളവരെ, ഈ തിരക്കുകളെ ലഘൂകരിച്ച് തരാൻ തരുന്ന, നമ്മുടെ പ്രതിസന്ധികളെ ലഘൂകരിച്ച് തരാൻ കഴിയുന്ന, നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യിക്കാൻ കഴിയുന്ന നമ്മുടെ സൃഷ്ടാവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മെ വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സമയങ്ങൾ വേർതിരിക്കപ്പെട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സമയങ്ങളും നമുക്ക് നഷ്ടമായി തീരും. പ്രിയമുള്ളവർ, ദശാംശം ദൈവത്തിന് കൊടുക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, 2 മണിക്കൂർ 40 മിനിറ്റ് നമുക്ക് ദൈവത്തിനെ മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവിക സത്യങ്ങളെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏടുകളിലൂടെ ദൈവിക സത്യങ്ങളെ ധ്യാനിക്കുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ പ്രിയമുള്ളവരെ ധ്യാനിച്ച് അവനെ വർണ്ണിച്ച് അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ സ്തുതി കരേറ്റുവാൻ, അവനെ മഹത്വം കരേറ്റുവാൻ, അവൻ്റെ വഴികളെ പ്രമാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇല്ല എങ്കിൽ നമ്മളൊരു പരാജയമാണ്. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ തികഞ്ഞ പരാജയമായി മാറുമെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ധ്യാനത്തിന് സമയം കണ്ടെത്തുവാൻ നമുക്കിടയാകട്ടെ. മുന്നേ ഓർപ്പിച്ച വൈകുന്നേരങ്ങളിൽ ധ്യാനത്തിനായി ഇസഹാക്ക് സമയം കണ്ടെത്തി. വീണ്ടും തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന സങ്കീർത്തനക്കാരൻ 119:48 നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും യോശുവ 1:8 പഠിപ്പിക്കുന്നു, പകലും രാത്രിയും നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണമെന്ന് യോശുവയുടെ പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് ഉള്ളതെങ്കിൽ, അതിന് രാവും പകലുമാണ് ഉള്ളതെങ്കിൽ ആ ദിവസം മുഴുവൻ ദൈവിക ധ്യാനത്തിലായിരിക്കണം. നാം ഭക്ഷണം കഴിക്കുമ്പോൾ, നാം കുളിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഉണർന്ന് നമ്മുടെ നിത്യമുള്ള ജോലികളിൽ വ്യാപൃതമാകുമ്പോഴൊക്കെയും നമുക്ക് ദൈവത്തെ ധ്യാനിക്കുവാനും സ്തുതിക്കുവാനും സാധിക്കും. നമ്മുടെ പൂർവീയ പിതാക്കന്മാരൊക്കെ, നമ്മുടെ മാതാപിതാക്കളൊക്കെയും അവർ സമയാസമയങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന സമയത്തും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. അവർ യാമങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ അവരുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ, അവരുടെ പുരയിടത്തിൽ കൃഷി ചെയ്യുമ്പോൾ തന്നെ, അവർ മറ്റ് വരുമാന മാർഗങ്ങൾ തേടുമ്പോഴൊക്കെയും അവർ ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും അവർ സമയം കണ്ടെത്തുന്നതിൻ്റെ പ്രതിഫലമാണ്, അതിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ഈ തലമുറ എത്രത്തോളം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ പാതകളെ പിന്തുടരുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. വീണ്ടും നാം ധ്യാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് എങ്ങനെയാണ് ധ്യാനിക്കണമെന്നും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏടുകളിലൂടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് സങ്കീർത്തനങ്ങൾ 1:2 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, സന്തോഷപൂർവം ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ധ്യാനിക്കണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് അത് അയവിറക്കിക്കൊണ്ട് അതിൽ സമാധാനം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ധ്യാനിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഇവിടെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ സ്നേഹപൂർവ്വം നമുക്ക് ധ്യാനിക്കാൻ സാധിക്കണം. സങ്കീർത്തനങ്ങൾ 119:97 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹപൂർവ്വം ധ്യാനിക്കാൻ സാധിക്കണം. പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ, നിഷേധാത്മകമായിട്ട് നമ്മൾ മ്ലാനതപ്പെട്ടുകൊണ്ട് വേദനിക്കപ്പെട്ടുകൊണ്ട് തകർന്ന അനുഭവങ്ങളിൽ ആയിരുന്നുകൊണ്ടല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്. വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്. പിന്നെയോ സ്നേഹപൂർവ്വം ധ്യാനിക്കണം. എന്താണ് സ്നേഹമെന്ന് പറയുന്നത്? സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയതായ അനുഭവം എന്ന് പറയുന്നത്, പിതാവാം ദൈവം ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തൻ്റെ സ്വന്തം പുത്രനായ മശിഹാ തമ്പുരാനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച പോലെ പൂർണ്ണമായ സ്നേഹത്തിൽ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട്, ദൈവസൃഷ്ടിയായ മനുഷ്യരെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാൻ സാധിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏടുകളിൽ നിന്നും നമുക്ക് വിലയേറിയ മുത്തുകൾ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. വീണ്ടും സങ്കീർത്തനക്കാരൻ 63:5 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ കിടക്കമേ ഞാൻ നിന്നെ ഓർക്കും. ധ്യാനത്തിന് വേണ്ടി ധ്യാനം എങ്ങനെ നടത്തണമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, നാം കിടക്കയിലായിരിക്കുമ്പോഴും നമ്മൾ ധ്യാനിക്കണം. നമ്മൾ ദൈവവചനത്തെ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നമുക്ക് ധ്യാനിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. വീണ്ടും ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ധ്യാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഒന്നാമതായിട്ട് അവിടെ ഒരു അനുഗ്രഹം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ
1:2 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന്. പ്രിയമുള്ളവരെ, ലോകപ്രകാരം നമ്മൾ ഒത്തിരി പേരെ ഭാഗ്യവാൻ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകപ്രകാരം സമ്പത്ത് ധാരാളമായി വാരിക്കൂട്ടിയവരെ, ലോകപ്രകാരമായ പ്രാധാന്യം പ്രശസ്തികൾ കൂടുതൽ വാങ്ങിക്കൂട്ടിയവർ, ലോകപ്രകാരം വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ അവസ്ഥയിലെത്തിച്ചേർന്നവർ, ലോകപ്രകാരം നല്ല ആരോഗ്യമുള്ളവർ, ലോകപ്രകാരമുള്ളതായ മത്സരങ്ങളിൽ വിജയം നേടിയവർ, ലോകപ്രകാരമുള്ള രാഷ്ട്രീയ സാമൂഹിക അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളൊക്കെയും ഉന്നതരായി തീർന്നവരെ നാം ഭാഗ്യവാൻ എന്ന് നാം നിശ്ചയിക്കുമ്പോൾ, ദൈവം നിശ്ചയിക്കുന്ന ഭാഗ്യവാൻ എന്ന് പറയുന്നത് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവനെയാണ്. വീണ്ടും ഇതാ ആത്മീയമായ ഒരു കുളിർമ നേടുന്നവൻ അവൻ ഭാഗ്യവാനാകുന്നു. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 1:3 അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇതാ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ ധ്യാനിക്കുന്നവൻ, ദൈവത്തെ ധ്യാനിക്കുന്നവൻ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനത്തെ ധ്യാനിക്കുന്നു എന്ന് പറയുന്നത് അവൻ ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെയാണ്. ആറ്റരികത്ത് നടപ്പെട്ടതായ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് അത് തഴച്ചു വളരുവാണ്ടിയായി തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ക്രിസ്തുവിലും അവൻ്റെ പ്രത്യാശയിലും അവൻ്റെ വചനത്തിലും അവൻ്റെ ദൈവികമായ അനുഭവങ്ങളിലും തഴച്ചു വളരുവാൻ സാധിക്കണമെങ്കിൽ തായ്തണ്ടായ മുന്തിരിച്ചെടിയോട് നാം ചേർക്കപ്പെട്ട ശാഖകളായി ശിഖരങ്ങളായി വളരാൻ സാധിക്കണമെങ്കിൽ ആ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയായി തീരണം. അവൻ്റെ വചനത്തോട്, അവൻ്റെ അത്ഭുത പ്രവൃത്തികളോട്, അവൻ്റെ സ്നേഹത്തോട്, പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളതായ ആ അമൂല്യമായ ആ വലിയ ബന്ധത്തോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതങ്ങളും ആറ്റരികത്ത് നട്ടപ്പെട്ട ആ വൃക്ഷം പോലെ ഭാഗ്യകരമായ അവസ്ഥയിലായിരിക്കും. വീണ്ടും ധ്യാനത്തിൻ്റെ 3ാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഫലപ്രദമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 1:3 വീണ്ടും അതുപോലെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതായ വൃക്ഷം പോലെ ഇരിക്കും. ആറ്റരികത്ത് നട്ടപ്പെട്ടതായ വൃക്ഷത്തിൻ്റെ പ്രത്യേകത തഴച്ച് വളരുമെന്ന് മാത്രമല്ല, അത് തക്ക കാലത്ത് തക്ക ഫലം, നല്ല ഫലം അതിന് കൊടുക്കുവാൻ സാധിക്കും. നമ്മൾ ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ നമ്മുടെ ജീവിതത്തിന് ഇടയാകണമെങ്കിൽ നാം രാപകൽ ദൈവത്തെ ധ്യാനിച്ച്, ദൈവവചനത്തെ ധ്യാനിച്ച്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാണ്ടിയായി തീർന്നാൽ, അവനോട് ചേർന്ന് ജീവിക്കേണ്ടതായി തീർന്നാൽ, ക്രിസ്തുവാന്ന വഴിയിലൂടെ നമുക്ക് ജീവിക്കേണ്ടതായി തീർന്നാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ജീവിക്കേണ്ടതായി തീർന്നാൽ നമുക്കും നല്ല ഫലം പ്രകടിക്കാൻ സാധിക്കും. വീണ്ടും ഇതാ കൃതാർത്ഥമായ ജീവിതം നയിക്കുന്നവരാണ് നല്ല ധ്യാനം നയിക്കുന്നവർ. യോശുവ 1:8 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ധ്യാനിച്ചു കൊണ്ടിരിക്കണം, കൃതാർത്ഥനായിരിക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, ശരിയായ ധ്യാനം നയിക്കുന്നവർക്ക്, ദൈവത്തെ നേരാവണ്ണം ധ്യാനിക്കുന്നവർക്ക്, ദൈവവചനത്തെ ധ്യാനിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ധ്യാനിക്കുന്നവർക്ക് അവർക്ക് നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കും. ദൈവം നടത്തിയ നടത്തിപ്പിടെ ഓർക്കുമ്പോൾ, ദൈവം നമ്മെ മനോഹരമായി സൃഷ്ടിച്ചതിനെ ഓർക്കുമ്പോൾ, പാപത്തിലാണ്ടുപോയ നമ്മുടെ വർഗത്തെ അവൻ്റെ രക്തം മൂലം വീണ്ടെടുത്തതിനെ ഓർക്കുമ്പോൾ, വീണ്ടും പരിശുദ്ധാത്മാവെന്ന ആശ്വാസദായകനാൽ ആനന്ദകരമായി സന്തോഷപൂർണമായി സമാധാനപൂർണമായി നാം നയിക്കപ്പെടുന്നതിനെ ഓർത്താൽ പ്രിയമുള്ളവരെ നമുക്കും നന്ദിയുള്ളവരായി ഇരിക്കുവാൻ സാധിക്കും. വീണ്ടും ഈ ശരിയായ ധ്യാനം നയിക്കുന്നവരുടെ പ്രാധാന്യം എന്ന് പറയുന്നത് യോശുവ 1:8 പറയുന്ന പ്രകാരം ഒരു വിജയ ജീവിതം, വിജയപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കും. ദൈവത്തെ നേരാവണ്ണം ധ്യാനിക്കുന്നവർക്ക്, വചനത്തെ ധ്യാനിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ധ്യാനിക്കുന്നവർക്ക് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം അവർക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കും. വീണ്ടും ഇതാ സങ്കീർത്തനങ്ങൾ 104:34 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർക്ക് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. വിശുദ്ധ വേദോസം പരിശോധിക്കുമ്പോൾ അനേകർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഹാനോക്കിനെ പോലെ ദൈവപ്രസാദമുള്ളവനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന് വേണ്ടി എടുക്കപ്പെടുവാൻ, അവൻ്റെ വരവെങ്കിൽ ഇതാ അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ശരിയായ ധ്യാനം നാം പരിശോധിക്കണം. വീണ്ടും ഈ ശരിയായ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് പ്രിയമുള്ള സങ്കീർത്തനങ്ങൾ 119:99 രേഖപ്പെടുത്തിയിരിക്കുന്നു, അധികം ഉൾക്കാഴ്ച ലഭിക്കും.
പ്രിയമുള്ളവരെ, ഇന്ന് സുറിയാനി സഭയിൽ രചിക്കപ്പെട്ടതായ പ്രാർത്ഥനാ പുസ്തകങ്ങളും ധ്യാന ലേഖനങ്ങളും ഈടുറ്റ ഗ്രന്ഥങ്ങളൊക്കെ ഇതുപോലെ പുണ്യപ്പെട്ട പിതാക്കന്മാർ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വേർപെട്ട് ജീവിച്ച് പാപത്തിൽ നിന്നും വേർപെട്ട് പാപിയെ സ്നേഹിച്ച് അവർ ജീവിച്ചതുപോലെ അവർ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് അവർ തങ്ങളുടെ അജഗണത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിച്ചതുകൊണ്ട് പ്രിയമുള്ളവരെ അവർക്ക് ശരിയായ ഒരു ഉൾക്കാഴ്ച കിട്ടി. പ്രിയമുള്ള വേദപുസ്തകത്തിൻ്റെ രൂപീകരണമായി ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവർ നമുക്കറിയാം, അനേക വിശുദ്ധരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം വിളിച്ച് വേർതിരിച്ച് അവരിൽ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തനം നടത്തി അവരെ ഉള്ളിൽ ദൈവവചനം അവർക്ക് നേരാവണ്ണം ദൈവം പകർന്നു കൊടുത്ത് അവർ ലിഖിതങ്ങളാക്കി രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് വേദപുസ്തകം നാം കാണുന്ന രൂപത്തിൽ രൂപപ്പെടുവാണ്ടിയായിത്തീർന്നു. വീണ്ടും ഇന്ന് വിശുദ്ധ വേദപുസ്തകം ഇന്ന് കാണുന്ന രൂപത്തിൽ രൂപപ്പെടുവാണ്ടായിരുന്നത് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ഒത്തൊരുമിച്ച് അവർ പ്രാർത്ഥനാപൂർവം ഐക്യപ്പെട്ട് ചേർന്നിരുന്നപ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ആലോചനകളുടെ നിമിത്തമാണ് ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ പുസ്തകങ്ങളെ ക്രോഡീകരിക്കുവാൻ സാധിച്ചത്. ശരിയായ ധ്യാനം നമ്മളെ അക്കരെ എത്തിക്കും. ശരിയായ ധ്യാനം നമ്മളെ ദൈവപ്രവൃത്തികളെ വർണ്ണിപ്പിച്ചു തരും. ശരിയായ ധ്യാനം നമുക്ക് വിശുദ്ധ വചനത്തിൻ്റെ ആഴത്തുള്ള ഉൾക്കാഴ്ച തരുവാണ്ടിയായിത്തീരും. ശരിയായ വചനം നമുക്ക് പൂർണ്ണമായി ദൈവത്തെ ലയിച്ചു തരുവാൻ. കർത്താവിൻ്റെ മടങ്ങിയവരെങ്കിൽ ബുദ്ധിയുള്ള 5 കന്യന്മാർ അവനെ എതിരേക്കുവാൻ വിളക്കിൽ എണ്ണയുമായി അവർ കാത്തിരുന്ന പോലെ നമുക്കും പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ കൃപയിൽ അവൻ്റെ വഴി നിർത്തിപ്പിൽ പൂർണ്ണരായി ക്രിസ്തുവാകുന്ന വഴിയിലൂടെ വിശുദ്ധ വേദപുസ്തക സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ സത്യവും അവൻ്റെ ജീവനും പ്രാപിച്ച് നമ്മുടെ കർത്താവിനെ മടങ്ങിയവരെങ്കിൽ സഭ എടുക്കപ്പെടുമ്പോൾ നമ്മുടെ വാങ്ങിപ്പോയ വിശ്വാസികൾ മുന്നമേ അവരായിരിക്കുന്ന കല്ലറകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നാഥനെ എതിരേൽക്കുവാൻ അവർ ഒരുങ്ങിയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ജീവനോടിക്കുന്ന നമുക്കും ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട് ഊർജ്ജസ്വലതയോടുകൂടി മഹത്വവൽക്കരിക്കപ്പെട്ട ശരീരവുമായി നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഭാഗ്യകരമായ നാളിനായി, ആ ഭാഗ്യകരമായ സമയത്തിനായി നമ്മുടെ തുറന്നുള്ള ജീവിതം ദൈവത്തിൽ പരിപൂർണമായി ധ്യാനിച്ചുകൊണ്ട് ആയിരിക്കുവേണ്ടിയായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.